ഹലോ, ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോഷൻ ഇൻ വൺ ഡയമെൻഷൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കാണ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളാണ് സ്പീഡ്, ആവറേജ് സ്പീഡ്, രണ്ട് തരത്തിലുള്ള ആവറേജ് സ്പീഡ്, അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നമുക്ക് ഈ ഒരു വീഡിയോ കുറച്ചുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. റൈറ്റ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാഫ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഗ്രാഫ്, ഡിസ്റ്റൻസ് വേഴ്സസ് ടൈം ഗ്രാഫിന് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്പീഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഗ്രാഫുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഇന്ന് അതുപോലെ തന്നെ ഒരു ഗ്രാഫ്, ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈം ഗ്രാഫ് നമ്മൾ ഇതിനു വേണ്ടി നമുക്കൊന്ന് റഫായിട്ട് വരയ്ക്കും. നിങ്ങളത് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി ആ വീഡിയോ, പഴയ വീഡിയോയിലേക്ക്, ഇതിനു മുമ്പത്തെ വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഡിസ്കസ് ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് വെലോസിറ്റി. വെലോസിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു ടേമാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് ഉണ്ടായ ഒരു ടേമാണ്. ഒരു യൂണിറ്റ് ടൈമിൽ, അതായത് ഒരു മണിക്കൂർ ടൈം, ഇറ്റ് ക്യാൻ ബി 1 സെക്കൻഡ്, ഒരു 1 സെക്കൻഡ് ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ 1 അവറിന്റെ ടൈം ആയിരിക്കാം. 1 അവറിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 1 സെക്കൻഡിനുള്ളിൽ എത്ര ഒരു കാറോ ബസ്സോ ഏതൊരു പാർട്ടിക്കിളോ ഈക്വൽ ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഒരു കാർ സ്ട്രെയിറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ റെഫറൻസ് എന്നുള്ളത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് പോലെ. ഓക്കെ, സോ 1 അവർ ടൈമിനുള്ളിൽ അത് 60 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്നു. വീണ്ടും ഒരു 1 അവർ ടൈമിനുള്ളിൽ വീണ്ടും 60 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്നു. വീണ്ടും 1 അവർ ടൈമിനുള്ളിൽ വീണ്ടും 60 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയാം. ആ ലെങ്ത് എന്നുള്ളത് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ അതിനെ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം, ഈ ടേമിനെ ഒരു ടൈം ഇന്റർവെൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. ആ ടൈം ഇന്റർവെലിനുള്ളിൽ ഇതിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇതുപോലെ തന്നെ ടേം നേരത്തെ കണ്ടിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ ഈസ് സ്പീഡ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഈസ് വെലോസിറ്റി. സോ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. SI യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് മീറ്റർ. ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ്. അതായത് വെലോസിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അതോടൊപ്പം തന്നെ സ്പീഡിൻ്റെതും മീറ്റർ പെർ സെക്കൻഡ്. ബട്ട് വെലോസിറ്റിയുടെ ഒരു പ്രത്യേകത എന്തെന്നുള്ളത്, ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി നമ്മൾ ഇതിനെക്കുറിച്ച് അതിന്റെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്കേലാർ ക്വാണ്ടിറ്റി ഏതാണ്, വെക്റ്റർ ക്വാണ്ടിറ്റി ഉള്ളതാണ്. വെക്ടറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. റൈറ്റ്. സോ അതിനെക്കുറിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടേം ആണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് വെക്ടർ എന്നുള്ളത്. അതോടൊപ്പം തന്നെ അതിനെ പ്രോപ്പർ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഡയറക്ഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ടൈമിന് ഡയറക്ഷൻ ഇല്ല. ഏത് സമയം ആ ഒരു ഒബ്ജക്റ്റ് ഏതെങ്കിലും ഒരു വശത്തേക്ക് പോവുകയാണെങ്കിലും അതിന് ടൈം വൈസ് നോക്കുവാണെങ്കിൽ റൈറ്റിലോട്ട് പോയാലും ലെഫ്റ്റിലോട്ട് പോയാലും ടൈം എപ്പോഴും ഈക്വൽ ആണ്. പക്ഷെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും അതുപോലുള്ള ടേംസുകൾക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, മറിച്ച് ഏത് ഡയറക്ഷനിൽ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്. സോ ഇവിടെ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയും, വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. കാരണം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി, ടൈം ഒരു സ്കേലാർ ക്വാണ്ടിറ്റി. ഇതിൽ ഒരു ടേം
വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അത് ഡിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്നുള്ളത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോ ഇവിടെ എങ്ങനെ പറയാം, ഫോഴ്സ് ഇസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഇവിടെ ആക്സിലറേഷൻ ഒരു വെക്ടർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി നമ്മൾ കാണിക്കുന്ന ഒരു ടേം എങ്ങനെയാണ്, ഇതിന്റെ മുകളിൽ ഒരു ആരോ കാണിക്കും. ഇവിടെ ഒരു ആക്സിലറേഷൻ എന്നുള്ളത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ട് തന്നെ അത് ഡിറൈവ് ചെയ്യുന്ന ടേം എന്നുള്ളത് ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. പക്ഷെ മാസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി മാത്രമാണ് കേട്ടോ. സോ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുകയാണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ഈസ് വെലോസിറ്റി. നമുക്ക് നെക്സ്റ്റ് കൺസെപ്റ്റിലേക്ക് പോകാം. എന്താണ് ആവറേജ് വെലോസിറ്റി. ബട്ട് ബിഫോർ വി ഗോ ഇൻ ടു ദാറ്റ്, അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കൊരു ഫിഗർ കൂടെ, ഒരു ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈമിനെ കുറിച്ച്, ഒരു ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈമിനെ കുറിച്ച് ഒരു 3 തരത്തിലുള്ള ഒരു ഗ്രാഫ് കൂടെ നമുക്കൊന്ന് വരച്ചിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഗ്രാഫ്. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ഗ്രാഫ് എന്താ, എക്സ് ആക്സിസില് ടൈം വരുന്നു, വൈ ആക്സിസില് ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കാർ തന്നെ പോവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനകത്ത് ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. സോ ഒരേ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതായത് ഇന്റർവെൽ എത്രയാണ്, 1 സെക്കൻഡ്. ആ ഇന്റർവെൽ 1 സെക്കൻഡ് ഉള്ളിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, 60 കിലോമീറ്റർ ആണെങ്കിൽ അടുത്ത 1 സെക്കൻഡിന്റെ ഉള്ളിൽ വീണ്ടും നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് സെയിം ക്വാണ്ടിറ്റി 60 കിലോമീറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ഇറ്റ്സ് യു മൂവിങ് വിത്ത് യൂണിഫോം മോഷൻ. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇറ്റ് ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഓക്കെ, അങ്ങനെ നമുക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ സ്പീഡിന്റെ ഗ്രാഫിൽ വരച്ചതാണ്. ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ സാധിച്ചത് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. ഇതിന്റെ പ്രത്യേകത എന്താ, വെലോസിറ്റിയിൽ ചേഞ്ച് ഒന്നുമില്ല, ശരിയല്ലേ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, വെലോസിറ്റിയിൽ ചേഞ്ച് ഒന്നുമില്ല, അതായത് വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, സോ ആ ഒരു ഗ്രാഫ് വളരെ പ്രത്യേകതയുള്ളതാണ് കേട്ടോ, വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, സോ ആ ഒരു കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറിച്ച് ഒരു ഗ്രാഫ് കൊണ്ട് നമുക്ക് വരയ്ക്കാം, ടൈം ഡിസ്പ്ലേസ്മെന്റ്. ആ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യാതെ തന്നെ ഒരിടത്തിരിക്കുക, അതായത് ടൈം t0 ഒരു ഒബ്ജക്റ്റ് ഈ ഒരു 60 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത്, എവിടെ നിന്നാണ്, റെഫറൻസിൽ നിന്ന് 60 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് t0 ടൈം. മറിച്ച് 1 സെക്കൻഡ് കഴിയുമ്പോഴും അതേ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ 2 സെക്കൻഡ്സ് കഴിയുമ്പോഴും അതേ പൊസിഷനിൽ തന്നെ, അതായത് ഡിസ്പ്ലേസ്മെന്റിന് മാറ്റമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ സംഭവിക്കും, സമയം പോകുന്നതനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റിന് മാറ്റങ്ങളൊന്നുമില്ലാതെ എങ്ങനെ വരും, ഇതാണ് ഡിസ്പ്ലേസ്മെന്റിന് മാറ്റമൊന്നുമില്ലെങ്കിൽ വെലോസിറ്റി എന്താണ്, ഇതില് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. വെലോസിറ്റി എന്നാൽ എന്താണ്, ചേഞ്ച് ഇൻ പൊസിഷൻ. അതായത് നമുക്ക് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്, പൊസിഷൻ ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, സോ അതോടൊപ്പം തന്നെ നമുക്കൊന്ന് എഴുതാനായിട്ട് സാധിക്കും, x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സാമ്പിൾ എന്ന് പറയാം, ഇത് റെഫറൻസ് ആണെന്ന് കരുതിക്കും, ഇവിടെ നിന്ന് റെഫറൻസ് ആണ്, ഒരു കാർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് ദിസ് 2 മീറ്റർ ഡിസ്റ്റൻസ് ഫ്രം ദ റെഫറൻസിൽ നിന്ന് 2 മീറ്റർ അവേ ആണ് കാർ ഇരിക്കുന്നത്. ഓക്കെ, എപ്പോഴാണ് t1 ടൈം എന്നുള്ളത് ചിലപ്പം 0 സെക്കൻഡ്സ് എടുക്കാം കേട്ടോ, t1 റെഫറൻസ് ലൈനിൽ. ഓക്കെ, അവിടെ നിന്ന് അത് യാത്ര ചെയ്തു, ഇതൊരു 6 മീറ്റർ ആയിക്കോട്ടെ. അതായത് t2 എന്നുള്ളത് 2 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ, 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ കാർ എവിടെ വരെ എത്തി, 6 മീറ്റർ വരെ എത്തി. എവിടെ നിന്ന് മെഷർ ചെയ്തപ്പം, ഇവിടെ നിന്ന് മെഷർ ചെയ്തപ്പം. അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസിനെ ഇനീഷ്യൽ പൊസിഷൻ എന്നും, എവിടെ നിന്ന് മെഷർ ചെയ്ത അവിടെ നിന്ന്
ഈ പൊസിഷനെ എന്താണ് ഫൈനൽ പൊസിഷൻ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. x2 എന്നുള്ളതാണ് 6 മീറ്റർ. എവിടെ നിന്ന് മെഷർ ചെയ്തപ്പോൾ റെഫറൻസിന് മെഷർ ചെയ്തു. മൈനസ് x1 എന്നുള്ളത് 2 മീറ്റർ. 2 ഡിവൈഡഡ് ബൈ ഫൈനൽ ടൈം, ദാറ്റ് ഈസ് 2 സെക്കൻഡ്സ് മൈനസ് ടൈം ഇന്റർവെൽ കേട്ടോ. This is 0. So it will give you 4 divided by 2 which is equal to 2 meter per second. ഇതാണ് velocity. Okay. So നിങ്ങൾക്കത് മനസ്സിലായി കരുതുകയാണ്. ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം. ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈം ഗ്രാഫിൽ നമുക്ക് ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുവാണെങ്കിൽ അത് എന്തിന്റെ ഗ്രാഫാണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കുന്ന കേസാണ്. ഓക്കെ. മറിച്ച് ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടുന്നെങ്കിൽ വെലോസിറ്റി 0. അതോടൊപ്പം തന്നെ ഈ ഇക്വേഷൻ കൂടെ നോക്കാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, അതായത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ടേം ആണ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്നുള്ളതും പുതിയൊരു ടേം ഒന്നുമല്ല. ആവറേജ് വെലോസിറ്റി എന്നുള്ളതും വെലോസിറ്റിയുടെ ടേമിനകത്തൊന്നും തന്നെ മനസ്സിലാക്കാം. പല പല വെലോസിറ്റികൾ ഉണ്ടെങ്കിൽ ഒരു കാറിന്റെ മോഷനിൽ തന്നെ പല പല വെലോസിറ്റി, അതായത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ആദ്യത്തെ ഒരു സമയത്ത് സെക്കൻഡ് ഒരു 1 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സെക്കൻഡ് കേസിൽ ആഫ്റ്റർ 2 സെക്കൻഡ്സ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്. ഇതെല്ലാം കൂടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം, അതായത് ടൈം ഇന്റർവെൽ എന്നും വിളിക്കാം. ഓക്കെ. സോ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. റൈറ്റ്. ഓക്കെ. If displacement of a car, the car's displacement കൊടുത്തിരിക്കുന്നു x is equal to 2t plus 4t square. Okay, 2t plus 4t square അതായത് ഡിസ്പ്ലേസ്മെന്റ് ടൈമിന്റെ ഫംഗ്ഷൻ ആണ്. ഇതിന്റെ മീനിങ് എന്താണ്? ടൈം പോകുന്നതനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. റൈറ്റ്. സോ ഈ ഇക്വേഷൻ നല്ല ഭംഗിയായിട്ട് നോക്കണം. ഞാനിതൊന്ന് ചുമ്മാ എഴുതാൻ വേണ്ടി മാത്രമായിട്ട് എഴുതുന്നതാണ്. a into t plus bt square എന്നുള്ള രീതിയിലായിട്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയെന്നുള്ളത് നമുക്ക് വരുന്ന പാർട്ടിൽ പറയാം. a ഒരു കോൺസ്റ്റന്റ് ആണ്, ഇവിടെ 2 എന്നുള്ള കോൺസ്റ്റന്റ് വന്നിരിക്കുന്നത്, b എന്നുള്ളത് 4 ആണ്. ഇപ്പൊ എപ്പോഴും 4 വരണമെന്ന് നിർബന്ധമില്ല, ഇതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ a യുടെ പൊസിഷന് വേറെ ഒരു കോൺസ്റ്റന്റ്. ഓക്കെ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. സോ ഈ ഒരു ക്വസ്റ്റിന് വേണ്ടി മാത്രം നമ്മൾ ഇത് എഴുതിയതാണ്. റൈറ്റ്. സോ ഫൈൻഡ് എന്താണ്? ഫൈൻഡ് displacement at t is equal to 0 seconds and t is equal to 2 seconds. Right? 0 seconds line total displacement എന്താണ്? അതോടൊപ്പം തന്നെ t is equal to 2 seconds line displacement എന്താണ്? Right? So എവിടെ നിന്ന് മെഷർ ചെയ്യുമ്പോഴാണ്? റെഫറൻസിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ. ഓക്കെ. സോ ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. സോ എന്താണ് ക്വസ്റ്റ്യൻ? ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്നാണ് കൊടുത്തേക്കുന്നത് 2t plus 4t square. ഓക്കെ. സോ ഇതെന്തിനാ ഞാനിപ്പോ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അതിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൂടിയാണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്തുകൊണ്ടാണ് നമ്മളത് ഇങ്ങനെ എടുത്ത് ഈ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പൊ നമ്മൾ അവിടെ എഴുതിയിരുന്നു dx/dt. കണ്ടിട്ടില്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ ഡെഫിനറ്റ്ലി കാണാം. റൈറ്റ്. സോ നമുക്ക് ഇവിടെ നിന്ന് അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് എന്റെ പ്രത്യേകത? എന്താണ്? വെലോസിറ്റി is equal to displacement value divided by time. മുമ്പ് എഴുതിയത് നമ്മൾ v is equal to x2 minus x1 divided by t2 minus t1 ആണുള്ളത് അല്ലേ? What is x2 minus x1? Change in position. അതായത് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അതിനാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് എഴുതുന്നത്.
അതോടൊപ്പം തന്നെ T2 മൈനസ് T1 എന്നുള്ളത് ടൈം ഇന്റർവൽ, അതിനെയാണ് ഡെൽറ്റ ടി എന്ന് നമ്മൾ എഴുതുന്നത്. അതായത് ഈ ടൈം ഇന്റർവൽ എന്നുള്ളത് വളരെ വളരെ ചെറുതാവുകയാണെങ്കിൽ, വളരെ വളരെ ചെറുതാവുകയാണെങ്കിൽ, എക്സാമ്പിൾ ഡെൽറ്റ ടി ടെൻഡിങ് ടു 0, പക്ഷേ അതിനെ ലിമിറ്റ് ചെയ്യണം, 0 ആവാൻ പാടില്ല, റൈറ്റ്? സോ അങ്ങനെ നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടീനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് വിളിക്കാം. അതായത് വെലോസിറ്റി എന്ന് മാത്രവും വിളിക്കാം. എങ്ങനെ എഴുതാം? നമുക്ക് തന്നെ v is equal to delta x by delta t. delta t tending to 0 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? dx by dt എന്ന് വിളിക്കാം. ഇതിനെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്നും സംടൈംസ് അതിനെ നമ്മൾ വെറും വെലോസിറ്റി എന്ന് മാത്രം വിളിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷന്, സ്യൂട്ടബിൾ ലൊക്കേഷന് നമ്മൾ ആ ഇക്വേഷൻ തന്നെ എന്താണ് ഇക്വേഷനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇക്വേഷൻ എഴുതി. ഇതിനകത്ത് നമ്മുടെ ചോദ്യം എന്താണ്? ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് t is equal to 0 and t is equal to 2 seconds. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അടുത്ത ടേമിൽ നമ്മൾ എടുത്ത് പറയാൻ പോകുന്നത് എന്താണ്? വെലോസിറ്റി അറ്റ് t is equal to 0 and t is equal to 4 seconds എത്രയാണ് എന്നുള്ളത് അത് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഇതാണ്. അറ്റ് t is equal to 0 ക്വസ്റ്റ്യൻ വെച്ചിട്ട് t is equal to 0 സെക്കൻഡ്സിൽ എത്ര വരും ഡിസ്പ്ലേസ്മെന്റ്? x equal to 0 എന്ന് കിട്ടും. ഇത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് 0 ആയി, ഇത് 0 ആയി. ഒപ്പം തന്നെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന വേറൊരു ടേം ആണ് 2 സെക്കൻഡ്സിലെ ഡിസ്പ്ലേസ്മെന്റ് എത്ര വരും? 2 സെക്കൻഡ്സിലെ ഡിസ്പ്ലേസ്മെന്റ് എത്ര വരും? അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into 2 plus 4 into 2 square എത്ര കിട്ടും? 2 into 2 4 plus 2 square 4, 2 into 2 4, 4 into 4 16, അതായത് 20 മീറ്റർ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. റൈറ്റ്? സോ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഈ ഒരു സം കുറച്ചുകൂടെ നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാനുണ്ട്. നിങ്ങൾക്ക് എഴുതിയെന്ന് കരുതുകയാണ്, നിങ്ങൾക്ക് അത് മനസ്സിലായി എഴുതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചോദിക്കാം. ഫൈൻഡ് വെലോസിറ്റി, എന്താണ്? ഫൈൻഡ് വെലോസിറ്റി അറ്റ് t is equal to 0 seconds and t is equal to 2 seconds. വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി അതായത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, നമ്മൾ ലൈക്ക് വൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ x is equal to ഏതാണ് ഇക്വേഷൻ? x is equal to 2t plus 4t square. വെലോസിറ്റി എത്ര കിട്ടും? വെലോസിറ്റി is equal to dx by dt, right? So ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം d by dt of 2t plus 4t square. എത്ര കിട്ടും നോക്കാമല്ലോ? 2 ഇട്ട് ഇവിടെ പ്ലസ് 4 into 2 8, right? Okay, തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഡിഫറൻസിയേഷൻ 4 into 2 is 8 into t, right? സോ ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? t is equal to 0 ഇതിന് t is equal to 0 ൽ വെലോസിറ്റി എത്ര വരും എന്നുള്ളതാണ്. റൈറ്റ്? സോ t is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി എത്ര വരും? വെലോസിറ്റി എന്നുള്ളത് 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. നമുക്കിത് യൂണിറ്റ് 2 മീറ്റർ ആണെങ്കിൽ ടൈം സെക്കൻഡ്സിൽ എടുത്തിട്ടുണ്ട്. റൈറ്റ്? ഓക്കെ, അതോടൊപ്പം തന്നെ t is equal to 2 seconds ആണെങ്കിൽ വെലോസിറ്റി എത്ര വരും? 2 സെക്കൻഡ്സിലുള്ള വെലോസിറ്റി, 2 സെക്കൻഡിലുള്ള വെലോസിറ്റി. അതായത് വെലോസിറ്റിയുടെ ടിയുടെ പ്ലേസിൽ 2 സെക്കൻഡ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എത്ര വരും? നമുക്ക് 2 plus 8 into 2 എത്ര വരും? v is equal to 2 plus 8 into 2 16. 16 plus 2 is 18 meter per second. So in velocity to t is equal to 0 seconds and t is equal to 18 seconds from കിട്ടി. റൈറ്റ്? ബട്ട് ഇതിന്റെ ഒരു നെക്സ്റ്റ് ലെവലാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. എന്താണ്? മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഇവിടെ ചോദിക്കാം. റൈറ്റ്? നമ്മളിവിടെ ഡിസ്പ്ലേസ്മെന്റ് ക്വസ്റ്റ്യൻ വന്നു, വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ മൂന്നാമത്തെ ഒരു ടേം ആണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. എന്താണ്? ഫൈൻഡ് ആവറേജ് വെലോസിറ്റി between t is equal to 0, sorry,
t is equal to 0 seconds and t is equal to 2 seconds. ഇതിന്റെ ഇടയിലുള്ള ആവറേജ് വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇവിടെ നമ്മുടെ ചോദ്യം ആവറേജ് വെലോസിറ്റി ആണ്. റൈറ്റ്. സോ ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ദ ടൈം ഇന്റർവൽ. ആ ടൈം ഇന്റർവലിന്റെ ഉള്ളിലുള്ള ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ t is equal to 0 seconds and t is equal to 2 seconds എന്നുള്ള അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയിലുള്ള എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ, എത്ര ടൈം ഇന്റർവൽ ആണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ഏത് സമയത്താണ് 2 seconds മൈനസ് ഈ ടൈം ഇന്റർവലിനുള്ളിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കും. ഒപ്പം തന്നെ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് t is equal to 0 seconds divided by final time 2 seconds minus initial time 0 seconds. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? t is equal to 2 seconds ലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് എഴുതിയേക്കാം സ്പേസ് ഇടാനിട്ടോ. ഓക്കെ, ആ 2 seconds ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര വരും? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 into 2 plus 4 into 2 square. ഇങ്ങനെ വരുമ്പോൾ 2 into 2 4 plus 2 square 4 into 4 16. അതായത് എത്ര വരും? 20 മീറ്റർ. നമ്മൾ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഡിസ്പ്ലേസ്മെന്റ് t is equal to 0 സെക്കൻഡ്സിലാണെങ്കിലോ ഡിസ്പ്ലേസ്മെന്റ് 0 സെക്കൻഡ്സ് വരുമ്പോൾ 2 into 0 0 ഇതെല്ലാം 0. സോ 0 മീറ്റർ. അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എത്ര വരും? ഡിസ്പ്ലേസ്മെന്റ് 2 seconds is 20 minus 0 divided by 2 which is 10 meter per second. ഇതാണ് അതിന്റെ ആവറേജ് വെലോസിറ്റി. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഡിസ്പ്ലേ ആവറേജ് വെലോസിറ്റി ഈസ് ദ ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ബിറ്റ്വീൻ ദിസ് 2 ടൈം ഇന്റർവെലിന്റെ ഇടയിൽ ഉള്ള ഡിസ്പ്ലേസ്മെന്റിനെ ആ ടൈം ഇന്റർവെല്ലും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആവറേജ് വെലോസിറ്റി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, പോസിറ്റീവ് വെലോസിറ്റി ഫസ്റ്റ് വൺ എന്താണ്? പോസിറ്റീവ് വെലോസിറ്റി. സെക്കൻഡ് വൺ നെഗറ്റീവ് വെലോസിറ്റി. മൂന്നാമത്തത് വെലോസിറ്റി 0. എന്ത് ഗ്രാഫിന്റെ അകത്താ? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിനകത്ത്. റൈറ്റ്. സോ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിനകത്ത് ഈ 3 കണ്ടീഷൻസ് അതാണ് നമ്മൾ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഓൾറെഡി അത് നമ്മുടെ പ്രീവിയസ് പാർട്ട് ഓഫ് ദ വീഡിയോ നമ്മൾ വരച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, പക്ഷെ പോസിറ്റീവ് വെലോസിറ്റി ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ഇത് ടൈമിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ വരയ്ക്കാം. ഇതാണ് വെലോസിറ്റി നെഗറ്റീവ്. ഓക്കെ, 0 വെലോസിറ്റി എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫില് 0 വെലോസിറ്റി എന്നുള്ളത് ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വെലോസിറ്റി പോസിറ്റീവും നെഗറ്റീവും ഒപ്പം തന്നെ 0 വെലോസിറ്റിയുടെ കേസാണ് ഇത് നമ്മൾ വരച്ചേക്കുന്നത്. പക്ഷേ മറിച്ച് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആക്സിലറേഷൻ ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ ആക്സിലറേഷനെ കാണിക്കാനായിട്ടുള്ള ഗ്രാഫ് വരുമ്പോൾ അതിന് വ്യത്യാസം വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്. റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടേം ആണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്നുള്ളത് നമ്മൾ ഇതുവരെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഇതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തപ്പം നമുക്ക് പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ഇൻ എ കോൺസ്റ്റന്റ് ഇന്റർവൽ ഓഫ് ടൈം, അതായത് ഒരു നിശ്ചിത ടൈം ഇന്റർവെലിനുള്ളിൽ എത്രത്തോളം വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റിൽ ചേഞ്ച് വരുന്നോ അതിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നിശ്ചിത ടൈം ഇന്റർവെലിന് ഇടയിൽ
ഒരു വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ എത്രത്തോളം വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നു അതിനെ കാണിക്കാനുള്ള ടേമാണ് ആക്സലറേഷൻ. ഈ ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗലീലിയോ ഗലീലി എന്ന സയന്റിസ്റ്റ് ആണ്. റൈറ്റ്? ഓക്കെ. സോ അങ്ങനെയാണ് നമുക്ക് ആക്സലറേഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്താണ്? വെലോസിറ്റിയിലുള്ള ചേഞ്ച് ഫൈനൽ v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ v1 എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിനുള്ള വെലോസിറ്റിയും v2 എന്നുള്ളത് ഫൈനൽ വെലോസിറ്റിയാണ്. അതായത് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മുടെ മെഷർമെന്റ് എവിടം വരെയാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് അവിടെ ഉള്ള ഫൈനൽ വെലോസിറ്റിയാണ് v2 എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ t2 മൈനസ് t1. അതായത് t1 ടൈമില് v1 വെലോസിറ്റിയും t2 ടൈമില് v2 വെലോസിറ്റിയും ഉണ്ടെങ്കിൽ പ്ലസ്. ഇതിനകത്ത് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. v1 എന്നുള്ളത് ചെറുതും v2 എന്നുള്ളത് വലുതുമാണെങ്കിൽ v2 മൈനസ് v1 എന്നുള്ളത് എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. മറിച്ച് v1 എന്നുള്ളത് വലിയ വാല്യൂ v2 എന്നുള്ളത് സ്മോളർ വാല്യൂ ആണെങ്കിൽ ഇത് കിട്ടാൻ പോകുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. അങ്ങനെ നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ ആക്സിലറേഷൻ നെഗറ്റീവ് ആവും. അപ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവ് ആവുന്ന ക്വാണ്ടിറ്റി ഉണ്ട്, ആക്സിലറേഷൻ നെഗറ്റീവ് ആവുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ v1 v2 എന്നുള്ള വാല്യൂവിനകത്ത് ഒരു ചേഞ്ചും ഇല്ല. അതായത് വെലോസിറ്റി സെയിം ആയിട്ട് തന്നെ തുടരുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ പ്രത്യേകത? ആക്സിലറേഷൻ എന്നുള്ള എത്ര വരും? 0 വരും. മീനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നാണ് ആക്സിലറേഷന്റെ ഡെഫിനേഷൻ. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി അപ്പോൺ ടൈം ടേക്കൻ ഓർ ബിറ്റ്വീൻ ടൈം ഇന്റർവെൽ. സോ ടൈം ഇന്റർവെലിനുള്ളിൽ എത്ര വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നു അതിന്റെ ഒരു ഡെഫിനേഷനെയാണ് നമ്മൾ, അതിന്റെ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്സിലറേഷൻ എന്നും, വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും. എക്സാമ്പിൾ, ഞാൻ ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ്. ഒരു കാറിന്റെ സ്പീഡ് എന്നുള്ളത് 60 km/h ആണെന്ന് വെച്ചു. പെട്ടെന്ന് എന്തെങ്കിലും മുന്നിൽ എന്തോ വന്നു, ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കും. എന്ത് സംഭവിക്കും? ഫോഴ്സ് അപ്ലൈ ചെയ്തേക്കുന്നു, അതിന്റെ സ്പീഡിന് വെലോസിറ്റിയിൽ എന്ത് സംഭവിക്കും? കുറവ് സംഭവിക്കും. അതിന്റെ വേഗതയിൽ കുറവ് സംഭവിക്കും. റൈറ്റ്? അത് പതുക്കെ സ്ലോ ഡൗൺ ചെയ്ത്, അതായത് സ്ലോ ഡൗൺ ചെയ്യാന്നതിന്റെ അർത്ഥം തന്നെ അതായത് ആ വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്, പക്ഷെ സ്മോളർ ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്, അതായത് വെലോസിറ്റി സ്മോളർ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ എങ്ങനെയാണ്? നെഗറ്റീവ് ആണ്. റൈറ്റ്? അതാണ് നെഗറ്റീവ് ആക്സിലറേഷന്റെ ഒരു ഐഡിയ. റൈറ്റ്? ഓക്കെ. അതോടൊപ്പം തന്നെ ഒരു ടേമാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്നുള്ളത് ഇതുപോലെ ഒരു ടേമാണ്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്നുള്ളത്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഞാൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും അതിലേക്ക് പോകേണ്ട കാര്യമില്ല. റൈറ്റ്? സോ കാരണം എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. വെലോസിറ്റിയെ ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആക്സിലറേഷൻ എന്നുള്ളത്. ഇതോടൊപ്പം തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട് കേട്ടോ. ഇതിനകത്തുനിന്ന് ഡിറൈവ് ചെയ്യുന്ന വേറൊരു ഇക്വേഷനും കൂടിയുണ്ട്. ഇറ്റ്സ് എ ഡിഫറെന്റ് ഇക്വേഷൻ ഫ്രം ദ സെയിം ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെയും കൂടെ എഴുതാം. കാരണം ഇത് യൂസ്ഫുൾ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഈ ഒരു ഇക്വേഷൻ വളരെ 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 പ്രാധാന്യമുള്ള ഒരു ഇക്വേഷനാണ്. ആക്സിലറേഷൻ എന്നുള്ളത് dv/dt ആണ്. റൈറ്റ്? dv/dt ആണ്. മറിച്ച് ഞാൻ ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, dt എന്ന് എഴുതിയിട്ട് മേളിലും താഴെ എന്ത് സംഭവിച്ചു? dx കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? dx/dt എന്നുള്ളത് എന്താണ്? വെലോസിറ്റി ആണ്. അങ്ങനെ വരുമ്പോൾ ഈ വെലോസിറ്റി ഇൻറ്റു എങ്ങനെ എഴുതാം? dv/dx എന്ന് എഴുതാം.
അതായത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനില് വെലോസിറ്റി ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ ഫംഗ്ഷൻ ആയിട്ട് കൊടുത്തിട്ട് നമ്മളെടുത്ത് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. മറിച്ച് വെലോസിറ്റി ഒരു ടൈമിന്റെ ഫംഗ്ഷൻ കൊടുത്തിട്ട് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഈ ഒരു ഡയറക്റ്റ് ഇക്വേഷനെ നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, എക്സാമ്പിൾ നമുക്കൊന്ന് പറയാം. രണ്ട് എക്സാമ്പിളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇഫ് എ കാർ ഇസ് മൂവിങ്, ഒരു കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക വിത്ത് ഇറ്റ്സ് വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, വെലോസിറ്റി ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വെച്ചോ. റൈറ്റ്, എക്സാമ്പിൾ 2t plus 4t square. വെലോസിറ്റി ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്, ടൈം സെക്കൻഡ്സിന്. റൈറ്റ്, ആക്സലറേഷൻ എത്രയാണെന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. റൈറ്റ്, ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ സാധിച്ചു. വളരെ സിമ്പിൾ ആണ്. വെലോസിറ്റി ടൈമിന്റെ ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രം മതി. റൈറ്റ്, ഇതിനെ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന്, അതായത് വെറും ആക്സലറേഷൻ എന്ന് വിളിക്കാം. അങ്ങനെ വരുമ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 2 + 8t. ഇതാണ് ആക്സലറേഷൻ കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്തെ കണ്ടുപിടിക്കാനാണെങ്കിൽ ആ ടൈം വാല്യൂ അവിടെ കൊടുത്താൽ മതി, അതിന്റെ കറസ്പോണ്ടിങ് ആക്സലറേഷൻ കിട്ടും. റൈറ്റ്, നിങ്ങൾക്ക് മനസ്സിലായതിനെ കിട്ടിയാണ്. സിമ്പിൾ കാര്യസ്. പക്ഷേ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നു. എ കാർ ഇസ് മൂവിങ് ഇൻ സച്ച് എ വേ ദാറ്റ്, മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഇസ് മൂവിങ് അറ്റ് ലൈക്ക് ഓക്കെ, എങ്ങനെ വരുന്നു? എക്സാമ്പിൾ ലൈക്ക് 2x plus x സ്ക്വയറിന്റെ ഫംഗ്ഷൻ. സിമ്പിൾ എക്സാമ്പിളിന് വേണ്ടി മാത്രമേ ഞാൻ എടുത്ത കേട്ടോ. സോ 2x + x². പെട്ടെന്ന് വന്നില്ല എനിക്ക് ഇക്വേഷൻ ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. റൈറ്റ്, എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, വി വെലോസിറ്റി ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ആക്സലറേഷൻ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പലപ്പോഴും നമുക്ക് ആക്സലറേഷൻ പഠിച്ചിരിക്കുന്നത് dv/dt എന്നതാണ്. dv/dt എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി എന്ന് തന്നിരിക്കുന്നു. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? എക്സിനെ വെലോസിറ്റിയെ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ കിട്ടും. റൈറ്റ്, ഓക്കെ. സോ ലെറ്റ്സ് ഡു ദാറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ സൈഡിൽ നമുക്ക് dv/dx എത്ര കിട്ടും നോക്കാം. എത്ര കിട്ടും? എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡെഫിനറ്റ്ലി എത്ര കിട്ടും? 2 + 2x. Right. Okay. So എന്ത് ചെയ്യാം? Acceleration is v into dv/dx. v എന്നുള്ളതാണ് 2x + x² dv/dx എന്നുള്ളതാണ് 2 + 2x. നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബാക്കി കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാനായിട്ട് പറ്റും. ഇനി എൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇങ്ങനെ തന്നാലും എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് ചെയ്യാനായിട്ട് പറ്റുന്ന കണക്കുള്ള കൺവേർഷൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. റൈറ്റ്, ഓക്കെ. മനസ്സിലായെന്ന് കരുതുകയാണ്. അത് സിമ്പിൾ ആണ്. നിങ്ങൾ എഴുതി നോക്കി പല ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പല എക്സാമ്പിൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഇതിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഇതുകൊണ്ട് തീരുന്നൊന്നുമില്ല കേട്ടോ. അതായത് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ഇത് ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. dv/dt is equal to 2 into dx/dt plus എന്ത് ചെയ്യണം? x² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x into dx/dt എന്നെഴുതാം. dx/dt എന്നുള്ളത് എന്താണ്? വെലോസിറ്റി ടേം. റൈറ്റ്, സോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ്റെ ഇക്വേഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും. റൈറ്റ്, ഈ ആൻസറിലേക്ക് തന്നെ എത്തിച്ചേരും. റൈറ്റ്, ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈം ഗ്രാഫ് വെലോസിറ്റിയുടെ കേസ് വരച്ചാൽ നമുക്കിവിടെ എന്ത് സംഭവിക്കാം? വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫ് നമുക്ക്
എന്തിന്റെ കേസ് വരയ്ക്കാം? ആക്സിലറേഷന്റെ കേസ് വരയ്ക്കാം. ഓക്കെ, വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫ്. അതായത് എന്ത് സംഭവിക്കും? വെലോസിറ്റി ഇവിടെയും ടൈം എക്സ് ആക്സിസിനും വരുന്ന കേസ് വരുമ്പോൾ, റൈറ്റ്, വെലോസിറ്റി വൈ ആക്സിസിനും ടൈം എക്സ് ആക്സിസിനും വന്നിരിക്കുന്നു. വെലോസിറ്റിയിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂവിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കോൺസ്റ്റന്റ് വാല്യൂവിൽ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, റൈറ്റ്, ഓക്കെ, ഒരു കോൺസ്റ്റന്റ് വാല്യൂവിലാണ് അത് പെർഫോം ചെയ്യുന്നെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം പോകുന്നതനുസരിച്ച് വെലോസിറ്റിയുടെ വ്യത്യാസം ഒന്നും വരും. ഓക്കെ, വെലോസിറ്റിയിൽ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഇൻക്രീസ് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ആദ്യമേ 20 മീറ്റർ പെർ സെക്കൻഡിലാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നെക്സ്റ്റ് എന്ത് സംഭവിച്ചു? അത് 40 മീറ്റർ പെർ സെക്കൻഡ് ആയി. വീണ്ടും അത് സംഭവിച്ചു 60 മീറ്റർ പെർ സെക്കൻഡ് ആയി. നെക്സ്റ്റ് എന്ത് സംഭവിച്ചു? 80 മീറ്റർ പെർ സെക്കൻഡ് ആയി. അതായത് ഇത് തമ്മിലുള്ള വെലോസിറ്റിയുടെ ഡിഫറൻസ്, ഇത് തമ്മിലുള്ള വെലോസിറ്റി ഡിഫറൻസും ഇത് തമ്മിലുള്ള വെലോസിറ്റി ഡിഫറൻസ് ഇന്റർവൽ എത്ര സെക്കൻഡിനുള്ളിലാണ്? 1 സെക്കൻഡിൽ 1 സെക്കൻഡ് ഇന്റർവെല്ലിൽ വെലോസിറ്റിയിൽ ഒരു കോൺസ്റ്റന്റ് ഇൻക്രീസ് വരുന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ എങ്ങനെ വരിക? നമുക്ക് സെയിം ഇതിന്റെ കേസ് വരയ്ക്കുന്നതൊക്കെ തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈം ഗ്രാഫ് വെലോസിറ്റിയുടെ കേസ് വരയ്ക്കുമ്പോൾ ഇവിടെ ആക്സിലറേഷന്റെ കേസാണ് വരച്ചേക്കുന്നത്. ഇതെന്ത് സംഭവിക്കുന്നു? എന്ത് ആക്സിലറേഷൻ ആണ്? ഇതൊരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, അതായത് പോസിറ്റീവ് ആക്സിലറേഷന്റെ കേസാണ് കേട്ടോ. സോ ഇതോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ കേസും കൂടെ വരയ്ക്കാം. എന്താണ്? വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫ്. ഇതിന്റെ കേസിൽ നെഗറ്റീവ് ആക്സിലറേഷന്റെ കേസ് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്താണ്? ഇത് നെഗറ്റീവ് ആണ്. പക്ഷെ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കാം, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് തന്നെയാട്ടോ. കാരണം ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് മോഷൻ, പക്ഷെ ആക്സിലറേഷന് കുറവ് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ്? വെലോസിറ്റിയിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കോൺസ്റ്റന്റ് വാല്യൂവിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആക്സിലറേഷൻ നെഗറ്റീവ്. ഇതെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആണ്, പക്ഷെ ഒരു കോൺസ്റ്റന്റ് വാല്യൂവിൽ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ്. മറിച്ച് ഒരു മൂന്നാമത്തെ കേസില് നമുക്ക് എങ്ങനെ വരയ്ക്കാം? വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഇങ്ങനെയാണെങ്കിലോ എന്താണ്? വെലോസിറ്റിയില് ടൈം പോകുന്നതനുസരിച്ച് വെലോസിറ്റിയിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. റൈറ്റ്, എന്നാണ് അതിന്റെ ഒരു പ്രത്യേകത. റൈറ്റ്, ഓക്കെ, കറക്റ്റ്. ഈ വീഡിയോയുടെ തുടക്കത്തിന്റെ ഇടയിൽ കഴിഞ്ഞ കുറച്ചും കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. ഇതാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ, എക്സ് ഇസ് ഈക്വൽ ടു AT പ്ലസ് BT സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, ഇതിന്റെ ഒരു 3 ഡിഫറെന്റ് ഫോർമാറ്റ്സ് ഒന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, എന്തുകൊണ്ടായിരുന്നു ഇമ്പോർട്ടൻസ് വന്നെന്നുള്ളത് ഈ നെക്സ്റ്റ് ചാപ്റ്റർ വരുമ്പോൾ, അതായത് മോഷൻ ഇൻ 2 ഡയമെൻഷൻ ഓർ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ വരുമ്പോൾ ഈ ഒരു ഇക്വേഷൻ കൂടെ യൂസ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ അഡ്വാൻസ് ആയിട്ട് നമ്മളിത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് കേസിലെ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് AT പ്ലസ് BT സ്ക്വയറിന്റെ കേസില് ഇക്വേഷൻ അത് തന്നെയാണ്. പക്ഷേ മറിച്ച് B എന്നുള്ളത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ, എന്താണ്? B എന്നുള്ളത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ, നിങ്ങൾക്ക് ഗ്രാഫ് ഷീറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ബിക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊടുക്കാം. 2 എന്നോ 3 എന്നോ 4 എന്നോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. അതോടൊപ്പം തന്നെ A ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. 1 എന്നോ 2 എന്നോ 3 എന്നോ 4 എന്നോ എന്ന് പോസിറ്റീവ് ക്വാണ്ടിറ്റി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈം ഗ്രാഫ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഗ്രാഫിനായിരിക്കും. നിങ്ങൾക്ക് ഗ്രാഫ് ഷീറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വരച്ചെടുക്കാൻ സാധിക്കും. ഇതൊരു പാരാബോളിക് ഷേപ്പ് ഗ്രാഫ്, റൈറ്റ്? ഇതൊരു പാരാബോളിക് ഷേപ്പ് ഗ്രാഫ്. മറിച്ച്
നമ്മുടെ ഒരു ഈ ബി എന്നുള്ള വാല്യൂവിന് ഈ ബി എന്നുള്ള ഗ്രാഫ് ഈ ബി എന്നുള്ള വാല്യൂ ഇതൊരു ഫസ്റ്റ് ഗ്രാഫും ഈ ബി എന്നുള്ള വാല്യൂ നെഗറ്റീവ് ആവുകയാണെങ്കിൽ ബി എന്നുള്ള വാല്യൂ നെഗറ്റീവ് ആവുന്ന കണ്ടീഷൻ വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈം ഗ്രാഫ് നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈം ഗ്രാഫ് എന്നുള്ളത് ബി നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു എ ടി മൈനസ് ബി ടി സ്ക്വയർ. ബി എന്നുള്ള എന്താണ്? ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി. അങ്ങനെ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആവുകയാണെങ്കിൽ ഗ്രാഫ് എങ്ങനെ വരും? ഗ്രാഫ് ഇൻവേർട്ടഡ് പരബോളയാണ്. ഇൻവേർട്ടഡ് പരബോള, റൈറ്റ്? ഓക്കെ. മൂന്നാമത്തെ കേസ് ബിയുടെ വാല്യൂ 0 ആവുകയാണെങ്കിൽ എന്താണ്? ബിയുടെ വാല്യൂ 0 ആവുന്ന ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈം ഗ്രാഫ് എന്നുള്ള എന്ത് സംഭവിക്കും? എങ്ങനെ സംഭവിക്കും? ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ടി, റൈറ്റ്? ഇങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ സാധിക്കും. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ആണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും? കോൺസ്റ്റന്റ് കിട്ടും. എന്ത് കോൺസ്റ്റന്റ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ത് സംഭവിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എങ്ങനെ വരും? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണല്ലോ. ഡിസ്പ്ലേസ്മെന്റ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി വരും. ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റി അപ്പം ഈ ഗ്രാഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന എപ്പോൾ കേസാണ്? എക്സ് എ എന്നുള്ള വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ. എ നെഗറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണെങ്കിലോ ഇതിന്റെ ഗ്രാഫ് നേരെ താഴേക്ക് വരും. ഓക്കെ, റൈറ്റ്? എയുടെ വാല്യൂ 0 ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ലൈന് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇങ്ങനെ 3 കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഈ ബി എന്നുള്ളത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിലുള്ള ഗ്രാഫ് ഇതും, ബി എന്നുള്ളത് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണെന്നുള്ള ഗ്രാഫ് ഇൻവേർട്ടഡ് പരബോളയും, ബി എന്നുള്ളത് 0 ആവുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആവുകയും, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോസിറ്റീവ് ആണെന്നുള്ളത്. നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഗ്രാഫ് താഴേക്കും, എയുടെ വാല്യൂ 0 ആവുകയാണെങ്കിൽ ഗ്രാഫ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്, റൈറ്റ്? നിങ്ങൾ ഓരോന്നും വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കണം. മനസ്സിലായാലോ? ലൈക്ക് അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ 3 ഡിഫറെൻറ്റ് കേസസ് നിങ്ങൾക്ക് വരച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് എഴുതി വെക്കണം, റൈറ്റ്? ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. എക്സാമ്പിൾ, ഇത് ടൈമും ഇത് വെലോസിറ്റി ആണെന്ന് കഴിക്കും. ടൈം പോകുന്നതനുസരിച്ചിട്ട് വെലോസിറ്റിയിൽ ഒരു വ്യത്യാസവുമില്ല. അതായത് നമ്മൾ എവിടം വരെ മെഷർ ചെയ്തു ഇവിടം വരെ മെഷർ ചെയ്തു, വെലോസിറ്റിയിൽ ഒരു വ്യത്യാസമില്ല. വെലോസിറ്റിയിൽ വ്യത്യാസമില്ല എന്ന് കാണുമ്പോൾ അത് എന്താണ്? അത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നു അതിന് ഡെഫിനറ്റ്ലി ഒരു ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തിട്ടുണ്ടാവില്ല. സോ ഈ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. ഏരിയ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടം വരെയുള്ളതാണ്, ഇവിടം വരെയുള്ള ഏരിയ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം. ഇതൊരു റെക്ടാങ്കിൾ ആണ് അല്ലേ? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു സൈഡിനെ മറ്റൊരു സൈഡും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ അതിന്റെ ഏരിയ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ യു എന്ന് വിളിച്ച്, ഇതിനെയാണ് ഈ ഒരു വാല്യൂവിനെ യു എന്ന് വിളിച്ചാൽ, ഈ ഒരു വാല്യൂവിനെ യു എന്ന് വിളിച്ച് ഈ ലെങ്ത് എന്നുള്ളത് യു വെലോസിറ്റിയാണ്. ഇതെന്താണ്? ടൈം എന്നുള്ളത്. അങ്ങനെ ആയത് വെലോസിറ്റിയെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അങ്ങനെയാണെങ്കിൽ ഏരിയ ഇൻസൈഡ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നുള്ളത് എന്താണ്?
ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കണം. ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നിട്ട് നമ്മളോട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. റൈറ്റ്? സോ ഇത് നമുക്കൊന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് അണ്ടർ വെലോസിറ്റി അണ്ടർ അതായത് ഏരിയ അണ്ടർ velocity time graph gives displacement. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. റൈറ്റ്? ഓക്കെ. എന്താണ് വെലോസിറ്റി ആക്സിലറേഷൻ ഇക്വേഷൻ? വളരെ വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആക്സിലറേഷൻ ഇക്വേഷൻ എന്താണ്? ആക്സിലറേഷൻ ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അതായത് ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള വെലോസിറ്റിയെ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വിളിക്കും. എന്ന് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് വി നോട്ട്. ഫൈനൽ വെലോസിറ്റി നമ്മൾ എവിടെ വരെ മെഷർ ചെയ്യുന്നു അന്നേരം അതിന്റെ വെലോസിറ്റി എത്രയാണ് അതിനെ നമ്മൾ വി എന്ന് വിളിച്ചാൽ acceleration is equal to change in velocity v minus v naught. Final velocity minus initial velocity divided by എത്ര നമ്മൾ ടൈം എടുക്കുന്നു അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആക്സിലറേഷൻ കിട്ടും. റൈറ്റ്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ് കിട്ടുന്നത്. വി മൈനസ് വി നോട്ട് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ടി. അതായത് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സലറേഷനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ടേമാണ് ഫൈനൽ വെലോസിറ്റി എന്ന്. ഓക്കെ. സംടൈംസ് ഈ ഇക്വേഷനകത്ത് തന്നെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഈ ഇക്വേഷനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. ടൈം ഇസ് ഈക്വൽ ടു വി മൈനസ് വി നോട്ട് ഡിവൈഡഡ് ബൈ എ. സംടൈംസ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്തിട്ടായിട്ട് വരും. അതുകൊണ്ടാണ് ആ ഇക്വേഷൻ നമ്മൾ അങ്ങനെ എഴുതിയത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതിന് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയും. ഇക്വേഷൻ ഓഫ് ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയും. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ മുതലേ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. വി ഈക്വൽ ടു വി നോട്ട് പ്ലസ് എ ഇൻറ്റു ടി. റൈറ്റ്? ഓക്കെ. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമ്മുടെ ടേമാണ് കൈനമാറ്റിക് ഇക്വേഷൻ ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു പറയാനായിട്ട് പോവുകയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ഇക്വേഷൻസും ഇനി നമ്മൾ അങ്ങോട്ട് നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററിലാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ഇക്വേഷനും യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആയിരിക്കും കേട്ടോ. എല്ലാ ഇക്വേഷനും, അതായത് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എഴുതും. അതിൻ്റെ എല്ലാ ഇക്വേഷനും യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആയിരിക്കും. റൈറ്റ്? എല്ലാം യൂണിഫോംലി ആക്സലറേറ്റഡ് ആയിരിക്കും. കോൺസ്റ്റന്റ് ആക്സലറേഷൻ എന്ന് നമുക്ക് പറയാം. റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനു മുമ്പ് വീഡിയോയുടെ മുന്നേ തന്നെ എഴുതി, അതായത് ഈ ഒരു ഹെഡിങ്ങിന് മുമ്പ് എഴുതി നമുക്ക് ഇക്വേഷൻ നമുക്കൊന്ന് എഴുതുവാനായിട്ട് സാധിക്കും. ഫൈനൽ വെലോസിറ്റി എന്നുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സലറേഷൻ ഇൻറ്റു ടൈം എന്നുള്ളത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫ് നമുക്ക് ഒന്ന് ഘടിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫിനെ നമുക്കൊന്ന് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇനീഷ്യൽ ടി ഈസ് ഈക്വൽ ടു 0 നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വി എന്നുള്ളത് വി നോട്ട് ആവും. അതായത് ഇനീഷ്യൽ വെലോസിറ്റി എപ്പോഴാണ് ടി ഈസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അന്നേരം ഉള്ള വെലോസിറ്റിയെ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വിളിച്ചു. അതാണ് വി നോട്ട്. സോ ടി ഈസ് ഈക്വൽ ടു 0 ടൈം ഇതാണെന്ന് വെച്ചോ. ഇങ്ങനെയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സ് അതിനുള്ള വെലോസിറ്റി നമുക്ക് എങ്ങനെ വിളിക്കാം? വി നോട്ട്. ഇവിടുന്ന് മെഷർ ചെയ്യുമ്പോൾ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി വി ഉണ്ടാവും.
അത് കഴിഞ്ഞാൽ എന്താണ് ടി സിക്കൊണ്ട് 1 ആകുമ്പോൾ വി പ്ലസ് വി നോട്ട് പ്ലസ് എ വരും. എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ എങ്ങനെ വരും ഗ്രാഫ്? ആക്സിലറേഷൻ ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ് ഗ്രാഫിന് വരും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പം സോ ഇപ്പം നമുക്ക് ഇവിടുന്ന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന് നമുക്ക് എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം? നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങനെയാണെങ്കിൽ മോഷൻ ഇവിടെ കൊണ്ട് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ചോണം, മോഷൻ ഇവിടെ കൊണ്ട് ഫിനിഷ് ചെയ്യാം. ഇത് ടൈം ആട്ടോ, ഇവിടെ ഈ ടൈം വരെ നമ്മൾ മെഷർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഏരിയ കണ്ടുപിടിച്ചാൽ മതി. എന്ത് ചെയ്താൽ മതി? ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. സോ നമുക്ക് എങ്ങനെ ചെയ്യാം? പി എന്നും ക്യൂ എന്നും ഇതിനെ ഈ പോയിന്റ് നമുക്ക് ആർ എസ് ടി എന്ന് വിളിക്കാം. നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടുത്തെ ഏരിയ ഓഫ് ദിസ് ട്രയാംഗിൾ പ്ലസ് ഏരിയ ഓഫ് ദിസ് റെക്ടാംഗിൾ എടുത്താൽ അല്ലേ? സോ ഏരിയ എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് എന്താണ് പി ക്യൂ ടി എന്ന ട്രയാംഗിൾ പ്ലസ് ഏരിയ ഓഫ് ഈ റെക്ടാംഗിൾ അല്ലേ? എന്താണ് ടി ക്യൂ ആർ എസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ട്രപ്പീസിയം എടുത്താൽ മതി കേട്ടോ. ട്രപ്പീസിയം. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. എന്താണ് ഹൈറ്റ്? ഈ ഹൈറ്റ് എന്നുള്ളത് എത്രയാണ്? ഇത് വി വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി വി ആണെങ്കിൽ ഇത് എത്ര വരും? ഈ ഡിസ്റ്റൻസ് എത്ര വരും? ഇത് വി നോട്ടാണ്. സോ ഇതെന്ന് പറയുന്നത് എത്ര വരും? വി മൈനസ് വി നോട്ട് വരും. സോ ഇത് എത്ര വരും? വി മൈനസ് വി നോട്ട് ഇൻറ്റു ബേസ്. ബേസ് എത്രയാണ്? പ്ലസ് ഇത് എത്ര വരും? ഏരിയ. എന്താണ്? this side multiplied by this side. ഇത് എത്രയാണ്? v naught. so v naught into t, right? so ഇതിനെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇത് എത്ര കിട്ടും? vt by 2 minus v naught t by 2 plus v naught t. so എത്ര വരും ഇത്? vt by 2 ഇതിനകത്ത് എൽസിയം എടുക്കാം, കോമൺ എടുക്കാം. എന്താ വരും? പ്ലസ് വി നോട്ട് ടി ബൈ 2 എന്ന് വരും. നമുക്ക് എങ്ങനെ എഴുതാം? റൈറ്റ്, ഇങ്ങനെ എഴുതാം. വി പ്ലസ് വി നോട്ട് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി എന്ന് എഴുതാം കേട്ടോ. ഇതിനെങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഡിസ്പ്ലേസ്മെന്റിനെ. റൈറ്റ്, സോ ഡിസ്പ്ലേസ്മെന്റ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് എഴുതാനായിട്ട് സാധിക്കും. ഇത് ആവറേജ് വെലോസിറ്റി എന്ന് വിളിക്കാം. സോ ആവറേജ് വെലോസിറ്റി എന്ന് വിളിക്കാം. v plus v naught എത്ര വെലോസിറ്റീസ് ഉണ്ട്? 2 വെലോസിറ്റി ഡിവൈഡ് ബൈ 2 ആവറേജ് വെലോസിറ്റി എന്നും വിളിക്കാം. സോ ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി എടുക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു എന്താണ് നമ്മൾ എഴുതിയത്? ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് v plus v naught ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി. പക്ഷെ നമ്മൾ ഇവിടെ വേറൊരു ഇക്വേഷൻ നമ്മൾ അതിന് മുമ്പേ എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ടൈമിനെ നമുക്ക് എങ്ങനെ എഴുതാം? v മൈനസ് വി നോട്ട് ഡിവൈഡഡ് ബൈ എ എന്നും എഴുതാം. സോ അതെടുത്ത് നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എത്ര കിട്ടും? വി പ്ലസ് വി നോട്ട് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എന്ത് സംഭവിക്കും? വി മൈനസ് വി നോട്ട് ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം? നമുക്കിവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന രൂപത്തിൽ എഴുതാനാണ്. സോ വി സ്ക്വയർ മൈനസ് വി നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a എന്നുള്ളത് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഉപയോഗിച്ച് എഴുതാം. സോ നമുക്ക് എങ്ങനെ കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വി സ്ക്വയർ മൈനസ് വി നോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2ax എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇങ്ങനെ 3 ഇക്വേഷൻ കിട്ടിയത്. ആ 3 ഇക്വേഷനുകൾ നമുക്കൊന്ന് എഴുതുകയാണ്. ഈ ഇക്വേഷൻ 3 കൂടെ നമുക്കൊന്ന് എഴുതിയാൽ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? v is equal to v naught plus a into t. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ എന്ത് സംഭവിച്ചു? എന്ത് എഴുതി? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു v naught t plus half a t square. തേർഡ് ഇക്വേഷൻ എന്ത് സംഭവിച്ചു? x എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ, റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, മൂന്നാമത്തെ ഇക്വേഷൻ എന്ത് സംഭവിച്ചു? v സ്ക്വയർ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ v naught സ്ക്വയർ പ്ലസ് 2ax
എക്സ് എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ്. മറിച്ച് ഈ 3 ഇക്വേഷനാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? ഇക്വേഷൻ ഓഫ് മോഷൻ, മോഷന്റെ ഇക്വേഷൻ. കാരണം എന്താണ്? എല്ലാം മോഷനുമായിട്ട് ബന്ധപ്പെട്ട ടേംസുകളാണ്. സോ ഇതിനകത്ത് ഞാൻ ഈ ഡിസ്പ്ലേസ്മെന്റ് ഒന്നുകൂടെ അത് മാറ്റി എഴുതാൻ സൂപ്പറായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഈ ഇക്വേഷനെ നമുക്ക് ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് മൈനസ് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു അതായത് ഇനീഷ്യലി കുറച്ച് ഡിസ്പ്ലേസ്മെന്റ് ഓൾറെഡി അതിനുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് വി നോട്ട് ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഏതിനാണ്? ഏതൊരു പാർട്ടിക്കിളിനോ അല്ല ഏതൊരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇനീഷ്യലി തന്നെ ടൈം ടി = 0 ആയിരിക്കുന്ന സമയത്ത് തന്നെ അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമുക്ക് എഴുതാം. ഒപ്പം തന്നെ അതേ ഇക്വേഷൻ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എഴുതാം. v square is equal to v naught square plus 2a into x minus x naught. Okay, so ഈ ഒരു ഇക്വേഷൻ വരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. റൈറ്റ്? ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇതിൻ്റെ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടനും ലൈക്ക് ബട്ടനും ഒന്ന് അമർത്തി വിടുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തി വിട്ട് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തുന്നതുമാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതിനെ ഷെയർ ചെയ്യേണ്ടതുമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ ആ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കിൽ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സുകൾ കിട്ടുന്നതാണ്. സോ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടാണ് നമ്മളിത് ഈ ഒരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതുമാണ്. റൈറ്റ്? ത്രൂ ഇമെയിൽ ഓൾസോ. Okay, so thank you. Keep watching, keep studying.